കലത്തപ്പത്തിന് വേണ്ടി നമുക്ക് 1.5 കപ്പ് പച്ചരി കുതിർത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 കപ്പ് ചോറും ചേർത്തിട്ട് അരച്ചെടുക്കാം. 5 ഏലക്കായ കൂടി ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്ത പച്ചരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കാം. ശർക്കരപ്പാനിക്ക് ആവശ്യമായി 3.5 കഷ്ണം ശർക്കരയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ശർക്കരപ്പാനി ഇപ്പോൾ നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അടി കട്ടിയുള്ള ഒരു കുക്കറിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായി കൊത്തി കഴിഞ്ഞ തേങ്ങ നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 13-14 മിനിറ്റ് എടുത്ത് വേവിച്ചേക്കാം. 14 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കലത്തപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡിയാണ്. ട്രൈ ചെയ്തു.